ഉറ്റവരുടെ വിയോഗത്തിലും സുഹൃത്തുക്കളെ പിരിയുമ്പോഴും ഒക്കെ തന്നെ. അതുപോലെ സിനിമകളിലെ വൈകാരികമായ രംഗങ്ങൾ കാണുമ്പോൾ കണ്ണ് നിറയും നമുക്ക് പലർക്കും. പക്ഷേ ചിലരൊക്കെ കളിയാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മാനുഷിക നന്മകളും മൂല്യങ്ങളും ഒക്കെ അല്പമെങ്കിലും മനസ്സിൽ അവശേഷിക്കുന്നവരാകും ഇങ്ങനെ കരയുന്നത്. തീക്ഷ്ണമായ ഒരു കവിത പോലെ തന്നെ സുന്ദരമാണ് വിലാപങ്ങളും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്നാണ് അക്കിത്തം പറഞ്ഞിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ അദ്ദേഹം അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. മനുഷ്യ സ്നേഹമായിരുന്നു അക്കിത്തത്തിന്റെ കവിതയുടെയും ജീവിതത്തിന്റെയും അന്തസ്സത്ത. ഹൃദയം കൊണ്ട് സംസാരിച്ച കവിയായിരുന്നു അക്കിത്തം. അതുപോലെ മധുസൂദനൻ നായർ പറഞ്ഞിട്ടുണ്ട്, ഓരോ ശിശുരോധ ദിനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ കരിന്തിരിക്കണ്ണിലും കാണുമ്പോൾ ഞാൻ 1 കോടി ദേവനൈരാശ്യമെന്ന്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നൊന്ത് പൊള്ളുന്നത്, തപിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്, അല്ലേ? അതെ, ചൂടുള്ള കണ്ണീർക്കണം തണുപ്പിക്കാത്ത ഒരു വൈരാഗ്യവും ഈ ലോകത്തില്ല. അതുകൊണ്ട് സങ്കടം വരുമ്പോൾ കരയാൻ ഒരിക്കലും മടിക്കരുത്. കരച്ചിലും കണ്ണീർക്കണങ്ങളും ഒക്കെ ഹൃദയശുദ്ധിയിലേക്കും നിർമ്മലമായ സ്നേഹത്തിലേക്കുമുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവർ കരയുമ്പോൾ കളിയാക്കരുത്. ജീവിതം അവരുടെ ഹൃദയങ്ങളെ കല്ലുകളാക്കിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണത്. കരയാൻ തോന്നുമ്പോൾ നമ്മൾ കരയണം, കണ്ണീർ പൊഴിക്കണം.